2026 ലാലേട്ടന്റെ വർഷമായിരിക്കുമോ? ഭീഷ്മപർവം, പുഴു, കണ്ണൂർ സ്ക്വാഡ്, നൻപകൽ നേരത്ത് മയക്കം, കാതൽ, ഭ്രമയുഗം തുടങ്ങി 2022 മുതൽ 24 വരെ മമ്മൂട്ടി കളം പിടിച്ചപ്പോൾ എമ്പുരാൻ, തുടരും, ഹൃദയപൂർവ്വം ഒക്കെയായി 25 മോഹൻലാലിൻ്റെതായിരുന്നു. ഏകദേശം 200 കോടിയിലധികം രൂപയുടെ ബിസിനസ് ലാഭം തിയേറ്ററുകൾക്ക് ഉണ്ടാക്കി കൊടുത്തത് ലാൽ ചിത്രങ്ങളായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 26ലും ലാലേട്ടൻ രണ്ടും കൽപ്പിച്ചാണ്. വെറും ഹൈപ്പല്ല, വരുന്നത് ഗംഭീര പടങ്ങളാണ്. വിജയ തുടർച്ച ഉറപ്പിക്കുന്ന 2026 ലാൽ ലൈനപ്പ് ഇങ്ങനെ: തൊടുപുഴക്കാരൻ ജോർജ് കുട്ടി മൂന്നാം വരവിനൊരുങ്ങുമ്പോൾ ഒന്നൊന്നര തയ്യാറെടുപ്പിലാണ് ജനം. ജീതു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലെ സസ്പെൻസ് എന്തെന്നറിയാൻ, രോമാഞ്ചമുണ്ടാക്കിയ ദൃശ്യം ആദ്യ ഭാഗത്തിന്റെ തിയേറ്റർ അനുഭവം ആവർത്തിക്കുമോ എന്നറിയാൻ ഇനി അധികം കാത്തിരിക്കേണ്ട. മെയ് 21-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. അത് ലാലേട്ടന്റെ പിറന്നാൾ ദിനം കൂടിയാകുമ്പോൾ ആവേശം ഇരട്ടിയാണ്. 18 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം പാട്രിയറ്റിന് വേണ്ടിയാണ് മറ്റൊരു കാത്തിരിപ്പുള്ളത്. അവരൊന്നിച്ചാൽ എന്തുണ്ടാകുമെന്നറിയാമോ? ബ്ലാസ്റ്റ്. ടൈറ്റിലിന് പിന്നാലെ വന്ന ക്യാരക്ടർ പോസ്റ്ററുകളിലും ടീസറുകളിലും തുടരുന്ന വമ്പൻ പ്രതീക്ഷ. മലയാളത്തിന്റെ ഇതിഹാസങ്ങൾക്കൊപ്പം ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിവരും ഉൾപ്പെടെയുള്ള വമ്പൻ താരനിര. ഈ വർഷം ഏപ്രിൽ റിലീസിന് തയ്യാറെടുക്കുകയാണ് ചിത്രം. തുടരുമെന്ന സിനിമയുടെ വമ്പൻ വിജയമാണ് മോഹൻലാലും തരുൺ മൂർത്തിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പ്രതീക്ഷയ്ക്ക് പിന്നിൽ. മോഹൻലാലിന്റെ 366-ാം ചിത്രം. കുറെ കാലങ്ങൾക്ക് ശേഷം മോഹൻലാൽ പോലീസ് വേഷത്തിലെത്തുന്നു. ഒപ്പം പഴയ വന്ദനം കോംബോ ജഗദീഷും പോലീസ് വേഷത്തിൽ വരുന്നു. യൂണിഫോമിലുള്ള ഫസ്റ്റ് ലുക്കും ലവ് ലെജൻഡ് എന്ന പേരും കൗതുകമുണ്ടാക്കുകയാണ്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിൽ രതീഷ് രവിയാണ് ചിത്രത്തിന് കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. വിജയമുറപ്പിക്കുന്ന ഈ 3 ചിത്രങ്ങൾക്ക് പുറമെ 4 ചിത്രങ്ങളിൽ അതിഥി വേഷത്തിലും ഈ വർഷം മോഹൻലാൽ എത്തും. അതിലൊന്ന് ഖലീഫയാണ്. പോക്കിരി രാജയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജും വീണ്ടും ഒരുമിക്കുന്ന ചിത്രം, ഒപ്പം മോഹൻലാലും. അതാണ് ഖലീഫയുടെ പ്രത്യേകത. വൻ മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന ആക്ഷൻ എന്റർടൈനർ. മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഗാങ്സ്റ്ററായാണ് ലാലിന്റെ ക്യാമിയോ. ജിനു എബ്രഹാമിന്റെ തിരക്കഥ. ആദം ജോൺ, ലണ്ടൻ ബ്രിഡ്ജ്, മാസ്റ്റേഴ്സ്, കടുവ എന്നീ സിനിമകൾക്കൊക്കെ ശേഷം ജിനുവും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുന്ന സിനിമ. ജൂഡ് ആന്റണിയുടെ സംവിധാനത്തിലെത്തുന്ന മോഹൻലാലിന്റെ മകൾ വിസ്മയയുടെ അരങ്ങേറ്റ ചിത്രം തുടക്കത്തിലും ലാലിന്റെ അതിഥി വേഷം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ 37ാമത് ചിത്രം. ആരാധകർ കൊണ്ടാടിയ മറ്റൊരു ക്യാമിയോ. ജയിലറിലെ ത്രസിപ്പിച്ച തലൈവർ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ വീണ്ടും ആവർത്തിക്കും ജയിലർ 2-ൽ. ആരാധക കൂട്ടം ഒരിക്കൽ കൂടി കാത്തിരിക്കുകയാണ് നെൽസൺ ദിലീപ് കുമാർ ഒരുക്കി വെച്ചിരിക്കുന്ന ലാൽ ഇമ്പാക്ട് എന്തെന്നറിയാൻ. മോഹൻലാൽ പ്രിയദർശൻ ടീം വീണ്ടും ഒന്നിക്കുന്ന ബോളിവുഡ് ചിത്രം എന്ന നിലയ്ക്കാണ് ഹൈവാൻ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത്. 2018-ൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒപ്പം സിനിമയുടെ റീമേക്ക്. 17 വർഷത്തിന് ശേഷം സെയ്ഫ് അലി ഖാനും അക്ഷയ് കുമാറും ഒന്നിച്ചെത്തുന്ന ചിത്രത്തിൽ പക്ഷേ ലാലിന്റെ ഒപ്പത്തിലെ വേഷത്തിലെത്തുക സെയ്ഫ് അലി ഖാനാണ്. ചിത്രത്തിൽ ക്യാമിയോ റോളിലാണ് മോഹൻലാൽ എത്തുക. മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ തന്റെ 100ാം ചിത്രം പ്രഖ്യാപിച്ചതും 2026-ലാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്.